അല്ലെങ്കിൽ നമ്മുടെ കാലം കഴിയുമ്പോൾ ഇടവകൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും? മാതാപിതാക്കന്മാരായ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. നമ്മുടെ വൈദികരെ കുറ്റം പറഞ്ഞിട്ടോ സഭയെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. എന്നെ ശ്രമിക്കുന്ന മാതാപിതാക്കളെ, നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവമുള്ള കുഞ്ഞുങ്ങളായി വളർത്തുവാൻ, സഭയുടെ സത്യവിശ്വാസം പഠിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. പിതാക്കന്മാരോടൊപ്പം അമ്മമാരും ഇതിനുവേണ്ടി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ജോലി കഴിഞ്ഞിട്ട്, നമ്മുടെ ക്ഷീണം കഴിഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും അത് നടക്കുകയില്ല. നമ്മൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ നമ്മുടെ കണ്ണ് നനയാതിരിക്കണമെങ്കിൽ ഇപ്പോഴേ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നല്ല ട്രെയിനിങ് ചെറുപ്പകാലം മുതൽ നിങ്ങൾ കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ലെവലിലൊക്കെ ആകുമ്പോൾ അവർ പറഞ്ഞാൽ അനുസരിക്കും. നമ്മോടൊപ്പം ആയി കഴിഞ്ഞാൽ പിന്നെ, പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾ നമ്മളെ അനുസരിക്കത്തില്ല. അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം മാതാപിതാക്കന്മാർക്കാണ്. പലരും പറയുന്ന ഒരു കാര്യം, അച്ഛാ എന്റെ മോള് പറഞ്ഞാൽ അനുസരിക്കത്തില്ല. ആരാണ് കുറ്റക്കാര്? ഇടവകയിലെ പുരോഹിതനാണോ? അല്ല, നമ്മൾ തന്നെയാ കുറ്റക്കാര്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഈ പ്രായത്തിൽ, ചെറുപ്രായത്തിൽ തന്നെ അവരെ നിലനിർത്തി പ്രാർത്ഥന ചൊല്ലിക്കുവാനും ദേവാലയത്തിൽ കൊണ്ടുവരുവാൻ നിങ്ങൾക്കിടയാക്കണം. നമ്മുടെ പല കുഞ്ഞുങ്ങളും പറയുന്നു, നമ്മുടെ ശുശ്രൂഷ ദൈർഘ്യമേറിയ ശുശ്രൂഷയാണ്. 1-2 മണിക്കൂർ ഇവിടെ വന്ന് നിൽക്കണം. ഇംഗ്ലീഷ് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അരമണിക്കൂർ കഴിയുമ്പോൾ സർവീസ് കഴിയും. നമ്മൾ അങ്ങനെ പറയാറുണ്ടോ? നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളെ സത്യവിശ്വാസം പഠിപ്പിച്ചതല്ലേ? അതുകൊണ്ട് വളർന്നു വരുമ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴാതിരിക്കണമെങ്കിൽ അമ്മമാരെ, പിതാക്കന്മാരെ, ഇപ്പോഴേ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ സത്യവിശ്വാസത്തിൽ ദൈവമുള്ള കുഞ്ഞുങ്ങളായി വളർത്തണം. അതിലൊരു പ്രയാസവുമില്ല. ചെറുപ്പകാലം മുതൽ നിങ്ങൾ അതിന് പരിശ്രമിച്ചാൽ മതി. ഇപ്പോൾ പുതുതായി അനേക കുഞ്ഞുങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അവരെ ദേവാലയത്തിൽ കൊണ്ടുവരണം. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നിലത്തിരുത്തി തന്നെ അവരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കണം. 50 ദിവസം നോമ്പ് നോക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. മുട്ടയോ ഇറച്ചിയോ ബർഗറോ കൊടുത്തില്ലെങ്കിൽ അത് ചത്തുപോകത്തില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പൊ മാതാപിതാക്കന്മാരുടെ നേരെ കുഞ്ഞുങ്ങൾ ഷൗട്ട് ചെയ്യുക. അതിന് കാരണമാരാണ്? അച്ഛന്മാരാണോ? മെത്രാച്ചന്മാരാണോ? അല്ല. കുഞ്ഞുങ്ങളെ ക്ഷീണിക്കാതിരിക്കാൻ വേണ്ടി അവർക്ക് ഇപ്പോഴും നിങ്ങൾ 50 നോമ്പാണ്. ഇപ്പോഴും നിങ്ങളുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് കൊടുക്കുകയാണ്. അരുത്. 50 ദിവസം ഈ കുഞ്ഞുങ്ങളെ വെജിറ്റേറിയൻ ഫുഡ് തന്നെ കഴിപ്പിക്കണം. അവർ ചത്തുപോകത്തില്ല. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കേ. ഏതെങ്കിലും കുഞ്ഞുങ്ങളത് കഴിക്കുന്നെങ്കിൽ അച്ഛന്മാരോട് പറ, ഞങ്ങളെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാം. നിങ്ങൾ നല്ല ട്രെയിനിങ് കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തണം. 50 ദിവസം നോമ്പ്, 25 ദിവസം നോമ്പ്, 15 ദിവസം നോമ്പ്. ഈ നോമ്പ് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അനേകരെ അവരുടെ ദുഃഖം പറയുമ്പോൾ തിരിച്ച് ഞങ്ങൾക്കൊന്നും മറുപടി പറയാനില്ല. ദൈവത്തെ കൊടുക്കുന്ന, നമ്മുടെ ലോകമെങ്ങും പോയി സുവിശേഷം പ്രസംഗിച്ചില്ലെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവമുള്ള കുഞ്ഞുങ്ങളായി നമ്മൾ വളർത്തണം. നമ്മുടെ ലോകമെങ്ങും പോയി സുവിശേഷം പറയേണ്ട കാര്യമില്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട്, കുഞ്ഞെ മോനെ ദൈവമുണ്ട്, നീ പ്രാർത്ഥിക്കണം, നീ അപ്പനെ അമ്മയെ അനുസരിക്കണം, ഈ രീതിയിൽ നീ ഇങ്ങോട്ട് പോകണം. ഞങ്ങളുടെ പിതാക്കന്മാർ കഷ്ടം അനുഭവിച്ചാണ് ഞങ്ങളെ ഈ നിലയിലാക്കിയത്. നിങ്ങൾ നാട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ പള്ളിയിലെ സെമിത്തേരികൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് കാണിക്കണം. ഇവിടെ അന്തി ഉറങ്ങിയിരിക്കുന്നത് എന്റെ അപ്പനാണ്, എന്റെ അമ്മയാണ്, അവരുടെ കഷ്ടപ്പാടിന്റെ ഫലമാണ് ഇന്നും നിങ്ങൾ അനുഭവിക്കുന്നതെന്ന് ഈ കുഞ്ഞുങ്ങളെ നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കണം. അല്ലാത്തടത്തോളം കാലം എന്റെ കുഞ്ഞ് നാട്ടിൽ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ചുട്ടയിലെ ശീലം ചുടനവരെ ഞാൻ ഇത്ര വികാരത്തോടെ പറയാനുള്ള കാരണം, പറ്റിയൊരു അവസരം എനിക്ക് ലഭിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. നമ്മൾ 50 ദിവസത്തെ നോമ്പ് നോക്കണമെങ്കിൽ ഇച്ചിരി സഹനം ആവശ്യമാണ്, ഇല്ലേ? ഇച്ചിരി വില കൊടുക്കണം. 50 ദിവസത്തെ നോമ്പ് നോക്കണമെങ്കിൽ അമ്മമാർക്ക് 50 ദിവസം വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ ഇച്ചിരി പാടാണല്ലേ? ഞാൻ പല വഴികളിലും പറയും, നോമ്പ് വരുന്നതിന് ഒരാഴ്ച മുമ്പ് തന്നെ വീട്ടിലെ ഫ്രിഡ്ജ് അത് വെജിറ്റേറിയൻ ഫുഡാക്കി മാറ്റണം. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കിക്കേ. 50 ദിവസം കുഞ്ഞുങ്ങളുമായി സന്ധ്യാപ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന, അങ്ങനെ നിങ്ങളൊന്ന് ജീവിച്ചു നോക്കിക്കേ. എന്ത് അനുഗ്രഹമാണ്
നമ്മുടെ കുഞ്ഞുങ്ങൾ ഉന്നത നിലവാരത്തിലെത്തിയില്ലെങ്കിലും പ്രിയമുള്ളവരെ, നമ്മെ നോക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാമോ, വാർദ്ധക്യത്തിലായി കഴിയുമ്പോൾ എന്റെ കുഞ്ഞ് എന്നെ നോക്കുമെന്ന് ആർക്കെങ്കിലും ധൈര്യത്തോടെ എഴുന്നേറ്റ് പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റത്തില്ല. ഇന്ന് നമ്മുടെ പിതാക്കന്മാരുടെ പേരുകൾ കുർബാനയ്ക്ക് എഴുതി തരും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എഴുന്നേറ്റ് പറയാമോ, നമ്മൾ ഭരിച്ചു കഴിയുമ്പോൾ നമ്മുടെ പേര് എന്റെ മകൻ ഈ ത്രോണോസിൽ എഴുതി കൊടുക്കും, എന്റെ മകൾ ഈ ത്രോണോസിൽ എഴുതി കൊടുക്കുമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ധൈര്യത്തോടെ പറയാമോ? ഇല്ലെങ്കിൽ എന്തിനാ പ്രിയപ്പെട്ടവർ നമ്മളിവിടെ കിടന്ന് അധ്വാനിക്കുന്നത്? നമ്മൾ എവിടെങ്കിലും മരിച്ചു മൺമറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേര് പോലും ഓർക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം പരാജയമായി പോകും എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. മോനെ, ഞാൻ ഈ പേരെഴുതുന്നത് എന്റെ അപ്പന്റെ പേരാണ്. മോനെ, ഞാൻ ഈ പേരെഴുതുന്നത് എന്റെ ഗ്രാൻഡ് മദറിന്റെ പേരാണ്. നിങ്ങൾ ഈ ത്രോണോസിൽ ഇത് കൊടുക്കണം. ഇത് കുഞ്ഞുങ്ങളെ പറഞ്ഞ് നമ്മൾ പഠിപ്പിക്കണം. പ്രിയമുള്ളവരെ, നമ്മൾ വെറുതെ ഇങ്ങനെ ജീവിച്ചതൊരു കാര്യമായില്ല. എന്റെ മകൻ, എന്റെ മകൾ ദൈവത്തെ അറിയുന്ന മകനാണ്, മകളാണ്. ഈ സത്യവിശ്വാസത്തിൽ നിലനിൽക്കുന്ന മകനാണ്, മകളാണെന്ന് പറയാൻ നമുക്കിടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് പറയുന്നത്. 20-25 വർഷം കഴിയുമ്പോൾ കരയാനിടയാകരുത്. എന്റെ കുഞ്ഞെന്നെ അനുസരിക്കുന്നില്ല, എന്റെ കുഞ്ഞെന്നെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറയാനിടയാകരുത്. വാർദ്ധക്യത്തിൽ സമാധാനത്തോടെ നമ്മൾ മരണം പ്രാപിക്കണമെങ്കിൽ കുഞ്ഞുങ്ങളെ സത്യവിശ്വാസമുള്ളവരായി വളർത്തുക. അവിടെ ഇവിടെയും പ്രശ്നങ്ങൾ നടക്കട്ടെ, സമൂഹത്തിൽ പ്രശ്നങ്ങൾ നടക്കട്ടെ, നമ്മുടെ കുടുംബം നമ്മൾ നോക്കിയില്ലെങ്കിൽ പിന്നെ ആരാ നോക്കുന്നത്? സമൂഹത്തെ നന്നാക്കിയിട്ട് എന്ത് പ്രയോജനം? നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ ചിട്ടയുള്ളവരായി, അനുസരണമുള്ളവരായി, പ്രാർത്ഥിക്കുന്നവരായി നിങ്ങൾ വളർത്തണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് എന്റെ മെസ്സേജിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ട് പറയുന്നതാ. നിങ്ങൾക്കറിയാമോ, ഒരു പുരോഹിതൻ ഒരു വീട്ടിൽ വന്ന് കയറിയാൽ ഈ കുഞ്ഞുങ്ങൾക്ക് എഴുന്നേക്കാൻ അറിയത്തില്ല. എനിക്ക് അനുഭവമുള്ളതാ. കാല് വെച്ചുകൊണ്ടിരിക്കുക. ഇതെന്തു സംസ്കാരമാണ്? ഇത് എവിടെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയ കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ലത്. പ്രായമുള്ളവരെ കാണുമ്പോൾ എഴുന്നേറ്റിരുന്നു കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. പല വീട്ടിലും ചെന്ന് കഴിയുമ്പോൾ ഒരാൾ വന്നെന്ന് പോലും കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല. അവരിതല്ല പണി. എത്രയോ ഭവനങ്ങൾ ഞാൻ അത് കണ്ടിരിക്കുന്നു. അതായത് കുറ്റക്കാര്. നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. മോനെ, പ്രായമുള്ളവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. പുരോഹിതന്മാരെ കാണുമ്പോൾ ബഹുമാനിക്കണം. എന്നെ ബഹുമാനിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ഇത് കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിക്കണം. നമ്മൾ പ്രായമുള്ളവർ വന്ന് എഴുന്നേക്കുകയല്ലേ? നമ്മൾ എഴുന്നേക്കും. ഇതൊക്കെ എവിടെ ട്രെയിനിങ് കൊടുക്കണ്ടേ? ഇത് വീട്ടിലാ ട്രെയിനിങ് കൊടുക്കണ്ടേ? നമ്മുടെ മൊബൈൽ നോക്കുന്നൊന്ന് കുറയ്ക്കുക. ഡ്യൂട്ടി ഓവർടൈം ഒക്കെ ഒന്ന് കുറയ്ക്കുക. കുഞ്ഞുങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരയുക. നിങ്ങൾ ഇന്ന് കരഞ്ഞാൽ, ഇന്ന് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചാൽ നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കരയേണ്ടി വരികയില്ല. അച്ഛൻ ഉറപ്പാ പറയുന്നത്. കാരണം നമ്മുടെ ദൈവം ജീവിക്കുന്നു. ഈ നമ്മൾ പ്രാർത്ഥിക്കുന്നത് കല്ലിനോടോ മണ്ണിനോടോ അല്ല, ജീവിക്കുന്ന ദൈവത്തോടാണ്. മാതാപിതാക്കന്മാരെ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി രാത്രിയുടെ യാമങ്ങളിൽ നിങ്ങൾ കരയുക. കുഞ്ഞുങ്ങൾ ഒരിക്കലും നശിച്ചു പോവില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരണം. അവർ വലിയ നിലയിലാകണം.